ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലിട്ട് പോവാം. ഇത് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു 4 മണിക്ക് സ്നാക്സിലേക്ക് വേണ്ടിയാണ്. ഇനി സവാളയെ നമ്മൾ കൈ കൊണ്ട് ഓരോന്നായിട്ട് എടുത്തിടണം. അരിയുമ്പം ചേർന്നല്ലേ ഇരിക്കുകയുള്ളൂ, അതിനെ ഒറ്റയായിട്ട് എടുത്തിടണം. 10 മിനിറ്റ് ഇതിങ്ങനെ വച്ചതിന് ശേഷം ഈ സവാളയിലുള്ള നീരെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കണം. നമുക്ക് ഇത് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. ഇതെല്ലാം ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 4 സ്പൂണ് കടലമാവ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശകലം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത്രയും നേരത്തെ ഉള്ളി പിഴിഞ്ഞെടുത്ത നീരാണ്, ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട്. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാവ് കുറച്ചിട്ട് കൊടുത്തത് എണ്ണ കൂടുതൽ കുടിക്കൂല. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ കയ്യിലെടുത്ത് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് പരത്തിയിട്ട് കൊടുക്കാം. നേരത്തെ 2-3 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചേ ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അകം വേവൂല, പുറം മാത്രം കരിഞ്ഞു വരും. ഇത് ഇനി ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വെന്തതിന് ശേഷം കോരിയെടുക്കാം. 4 മണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ഒരു അടിപൊളി സ്നാക്സാണ്. ഞാനിത് കോരിയെടുക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. വീഡിയോയിൽ എന്താക്കണ്ടെന്നുള്ള രീതിയിലാണ് കാണിക്കാത്തത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.